പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ വണ്ടി നമ്മളെ സൂക്ഷിച്ച് ചെയ്യും. ഹായ് ഗൈസ്, നമ്മളിന്ന് പുതിയ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഹോണ്ടയുടെ അമേസ് ആണ്. ഇത് നമ്മുടെ ഷോറൂം വർക്കാണ്. ജസ്റ്റ് നമുക്ക് ആ സ്റ്റീരിയോ പാനൽ എങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും വലിയായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറെ സംബന്ധിച്ചോളം അത് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആളെ കണ്ടുപിടിക്കാൻ പോകണം കാര്യങ്ങളൊക്കെ. പക്ഷേ അമേസ് ആണെങ്കിൽ അമേസിന് ഒറ്റ പാനലേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു ആ സ്റ്റീരിയോ ഇരിക്കുന്ന 4 സ്ക്രൂ കഴിച്ച് കഴിഞ്ഞാൽ നേരെ കേബിളും കാര്യങ്ങളെല്ലാം കണക്ടറും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ വരുന്ന കണക്ടറും കാര്യങ്ങളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്റ്റീരിയോ നമുക്ക് പാനലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒരു സെറ്റായിട്ടാണ് നമ്മുടെ ഓൺലൈനിലെല്ലാം കിട്ടുന്നത്. കേബിള്, പാനല്, സ്റ്റീരിയോ, ഇത് മൂന്നും ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് തന്നെ പെതുക്കെ ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ്, സ്ക്രാച്ച് ആവല് കാര്യങ്ങൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ പോലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ വണ്ടി നമ്മളെ സൂക്ഷിച്ച് ചെയ്യും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ വണ്ടിയാകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചും കാര്യങ്ങളും മാത്രമേ ചെയ്യത്തുള്ളൂ. സ്വന്തമായിട്ട് അഴിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആണെങ്കിൽ ചെയ്യാൻ പറ്റും. എന്നെ വിളിച്ച് സംശയം ചോദിച്ച് ചെയ്യുന്നവർ വരെയുണ്ട്. ഓരോ വണ്ടി അഴിക്കേണ്ടത് ഞാൻ എൻ്റെ കിട്ടുന്ന വണ്ടികളെല്ലാം അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഓരോ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റീരിയോ പാനൽ അഴിച്ചെടുക്കുക എന്നുള്ള കാര്യം അതിലുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോണ്ടയുടെ അമേസ്. അതിൽ നേരെ ഞാൻ അഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ബാക്കി കുറച്ചേറെ കണക്ടർ വരുന്നുണ്ടാവും. USB പോർട്ടുകൾ, നമ്മുടെ വണ്ടിയുടെ കപ്ലർ, അതുപോലെ FM ആൻറ്റിന, അത്രയും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കപ്ലർ എടുത്ത് ആ സ്റ്റീരിയോയുടെ കൂടെ വരുന്ന കപ്ലർ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ പാനലെ ഫിറ്റ് ചെയ്യുക, നേരെ കയറ്റി വെക്കുക, അത്രയുള്ള പരിപാടിയേ ഉള്ളൂ. പിന്നെ ഏറ്റവും പറയാൻ വിട്ടുപോയായിരുന്നു വെച്ചാൽ ഇത് ഹോണ്ടയുടെ പുതിയ അമേസ്. ഒത്തിരി സെൻസറും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന പുതിയ അമേസാണ്. ഇത് ഞാൻ റിവ്യൂ ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. ഉടനെ കിട്ടുമായിരിക്കും. കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ ഇടും.